അലൈഹി വസല്ലമ തങ്ങളും മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? ആ സ്വഹാബിയുടെ മറുപടി അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് റാഹത്താണ് നബിയെ, സുഖമാണ് നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോ നബി തങ്ങൾ ഒരൊറ്റ ദുആ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്നൊരു ദുആ ചെയ്തു. തൊട്ടു പുറകിൽ രണ്ടാമതൊരു സഹോദരൻ കയറി വന്നു. അദ്ദേഹത്തോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ സുഖമാണ് നബിയെ. നമ്മൾ സാധാരണ പറയുന്ന മറുപടി. അദ്ദേഹം പറഞ്ഞു, ഖൈർ റാഹത്താണ് നബിയെ. അപ്പൊ നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ ചങ്ങാതി തന്നെ ചോദിച്ചു, എനിക്ക് ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്ക് ദുആ ഇല്ലേന്ന്. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ല നഷ്ടമുണ്ടോ ഇത് പറഞ്ഞ? ഇത് പറയുന്നത് കൊണ്ട് നമുക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നുമില്ല. എടാ സുഖമാണോ എന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹ്. കച്ചവടം ഉണ്ടോ? എന്ത് പറയണം? ഉണ്ടെന്ന് പറയണല്ലേ. നമ്മളിങ്ങനെ നമുക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം നാട്ടുകാർക്ക് മുഴുവനും അറിയാം. ഇങ്ങനെയുണ്ടാ കച്ചവടമൊക്കെ അടിപൊളി, എന്തിനാളിയാ ഗൾഫിലൊക്കെ പോകുന്നേ? വൈകുന്നേരം ആകുമ്പോ നല്ല പൈസയാ, മാസാമാസം നല്ല വരുമാനം. പിന്നെ മുട്ട കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവനവന്റെ നാവുകൾ സൂക്ഷിക്കണം. അപ്പൊ ഏറ്റവും നല്ലത് അൽഹംദുലില്ലാഹ് പറയല. അൽഹംദുലില്ലാഹ്. ഒരു അറിവ് പഠിച്ചോ, ഇതങ്ങ് നിലനിർത്തിയാൽ മതി, നമുക്കൊക്കെ രക്ഷപ്പെടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.